അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതാ മുടി വെട്ടാനാണ് കേട്ടോ. മുടി വെട്ടാൻ വന്നാ എന്താ ചെറിയ ഷിയാബിന് നമ്മള് മുടി വെട്ടിയപ്പോ കണ്ടില്ല, അവന്റെ സൈഡിൽ ഇങ്ങനെ പറ്റ പോയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ. അപ്പൊ ഞാനും വെട്ടിയപ്പോൾ അതേമാതിരി മുടിട്ട് എപ്പോഴായി നല്ല നീളം കൂടിക്കുന്നതൊക്കെ അവന്റെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ആകാംക്ഷ ഇവിടെ വെട്ടിയ എന്താ അവസ്ഥ കാണുന്നില്ല. അപ്പൊ ഞാൻ വന്നത് നമ്മളെ ജുറേജിന്റെ കട, നമ്മളെ സ്വന്തം ചിക്കൻ്റെ കട. രാവിലെ വിളിച്ചിരുത്തിയാണ് ഞാൻ കടിക്ക് പോകുന്നത്, അവനെ വിളിച്ചിരുത്തിയാണ് വെട്ടാണ്. അപ്പൊ ആദ്യം ഒരു വീഡിയോ കാണിച്ചു ഉള്ളു വെട്ടുന്നതിന് മുമ്പ്. അപ്പൊ ഇതാണ് ഇപ്പൊ എന്റെ കണ്ടീഷൻ ഞാൻ തരാം. നിങ്ങളൊക്കെ ഇങ്ങനെ നല്ല മുടിയുടെ ബാക്കില് നല്ല മുടി പോകാൻ തന്നെ ഉള്ളൊന്നും കാണില്ല. അപ്പൊ കണ്ട് നല്ല വലുതന്നെ കേട്ടോ, അപ്പൊ നല്ല വലുപ്പമായിരുന്നു, നീളം കൂടിയിട്ടേ. അപ്പൊ ഇതൊക്കെ ഒന്ന് വെട്ടി സൈസ് ആക്കണം, അതല്ലേ നമുക്ക് ഇനി വെട്ടൽ കൊടുക്കാം. അപ്പൊ നമുക്ക് കണ്ടീഷന് അവസാനത്തെ മുമ്പൊക്കെ ഒന്നും ഉള്ളൊക്കെ ഉണ്ട്, നല്ല ഉള്ളുണ്ട്, ഉള്ളിലൊന്നും മാഷാല്ലാ കമ്മിയൊന്നുമില്ല. ഈ സ്ഥലം എന്താ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ ഞാൻ രണ്ട് സൈഡ് ഇങ്ങനെ പൊന്തിച്ചാൽ വരും കേട്ടോ. ആയിക്കോട്ടെ, എൻ്റെ മുടിൻ്റെ കുഴപ്പമേ എങ്ങനെതായാലും ഫുള്ള് ഡ്രൈ ആയിക്കാണ്ട് നിൽക്കില്ല. ജെല്ലിടാൻ പറ്റാത്തതുകൊണ്ട് എണ്ണയൊക്കെ ഉണ്ട്, കുളിച്ചതിന് മുമ്പ് കുളിച്ച എണ്ണയാക്കൂല. അപ്പം അങ്ങനെ ചെറിയ പ്രശ്നം, ഡ്രൈ ആയി നിൽക്കുന്നത്. കൈ കടയിലൊക്കെ പിടിച്ചൊന്നല്ലേ. ഇപ്പൊ ഷാബ് വെച്ച മരുന്ന് അടിയിൽ നമ്മൾ ഒന്നിലിട്ടല്ലോ വെക്കണേ, ഏറ്റവും അടിയിൽ ഒന്നിലിട്ടിട്ട് ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് കൊണ്ടുവരട്ടോ. അപ്പൊ ആണ് സംഭവം അറിയാം എന്താണ് ഉള്ളു കാണുന്നുണ്ടല്ലേ. നോക്കാ ഉള്ളു ഫുള്ളാവാനായിക്കണോ ഒന്നറിയില്ല. ഇന്നലത്തെ ആ ത്രില്ലിൽ വന്നാണ്ട് ചെയ്യാണ്, ഓളാകെ ചടക്കും ചെയ്തു. സൈഡ് ഏകദേശം എടുത്തോണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കുത്തിയൊക്കെ വെട്ടിന്. ഷിയാബ് വെട്ടി അതേ മതി. ഓനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഒന്നിലിട്ടോ വെച്ചേടാ. നമ്മൾ ഒന്നിലിട്ടോ വെച്ച് ഒന്ന് അടിയിലിട്ടിട്ട് ഇങ്ങനെ ടോപ്പിൽ ഇങ്ങനെ കയറ്റിട്ടോ. നമുക്ക് സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ. അപ്പൊ ഇതാണ് അവസ്ഥ. ഇവിടെയൊക്കെ കാണുന്നുണ്ടോന്ന് അറിയില്ല, ഞാൻ വരെ കണ്ടില്ല, വീട് എടുത്തു നോക്കിയിട്ടാണ് കാണാൻ. ഇപ്പൊ ഇതാണ് ബാക്കിന്റെ അവസ്ഥ. മുമ്പ് എടുത്തിട്ടില്ല, മുമ്പിന് കുറച്ച് എടുക്കാണ്ട് രണ്ട് സൈഡ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇതാണ് ഫുള്ള് നല്ല അടുപ്പിച്ച് കട്ട് ചെയ്ത അവസ്ഥ കേട്ടോ. ഫ്രണ്ടും വെട്ടിയാൽ നമുക്ക് വെറൈറ്റിയിൽ വാരട്ടെ, നേരെ മേലേക്ക് പറഞ്ഞോട്ടെ. സ്വന്തമായിട്ട് മുടിയുള്ളതുകൊണ്ട് വാരാലോ, മറ്റേത് ഒപ്പിച്ച് അടക്കലേ ഞാൻ അങ്ങോട്ട് വാരാനൊന്നിനും കഴിച്ചാതെ. അപ്പോൾ മേലൊക്കെ ഒന്ന് വാർന്നു വെച്ചു. അതിൽ നമ്മൾ സൈഡിലേക്ക് വാർന്നു വെച്ചിന്. അതിന് മുമ്പ് തന്നെ മേലെ തന്നെ ഉണ്ടായിരുന്നത് ഒരു 4 മാസം 5 മാസം ഒക്കെ ആയിരുന്നു. കൂടി വലുതായി പിന്നെ സൈഡിലേക്കാക്കി, പിന്നെ ഒന്നുകൂടി മേലൊക്കെ വാർന്നുകൊണ്ട് അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് കുറച്ചുകൂടി പൊക്കി വെട്ടാണ്. അങ്ങനെയാണ് മര്യാദക്കൊരു വെള്ളം കൂടി ഇവിടെ എന്താണ് എന്നാണ് ഈ ചങ്ങായി വെട്ടിക്കാണ്ട് ഒഴിവാക്കി. പിന്നെ വലുതാവില്ലേ ആളെ തുടങ്ങി ഒരു അവത് കണ്ണറട്ടാക്കാൻ നടന്നുണ്ടല്ലേ, രസല്ലേ. അപ്പൊ അതാണ് ഫൈനൽ ലുക്ക്. മുടി വെട്ടി മേലക്ക് വാരണ പോലത്തിലാണ് വെട്ടിയത്. സൈഡ് ഉണ്ട് നിങ്ങള് ഫുള്ള് നല്ല ക്രോപ്പ് ചെയ്തിട്ടുണ്ടോ, വണ്ടിലിട്ട് ക്രോപ്പ് ചെയ്തെടുത്ത്. സൈഡ് ചെറുതായിട്ട് കാണുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തൊന്ന് നോക്കി, ഇവിടെ ചെറുതായിട്ട് അറിയുന്നുണ്ട്. പക്ഷെ അതിന്റെ അത്രക്കാണ് എന്റെ ആരെങ്കിലും തോന്നുന്നുണ്ട്. ഫുള്ളുള്ളതുകൊണ്ട് മൂളിതാ മൂളുള്ളുണ്ട്, മൂളൊന്നുള്ളൊന്നും കാണുന്നില്ല. അടിപൊളിയായി ഫിറ്റ് ആയിരുന്നു കേട്ടോ. സൈഡൊക്കെ ഇവിടെ അത് ഓൾറെഡി ഇല്ല, ഇവിടെ ചെയ്തിട്ടില്ല. റൗണ്ട് ഏരിയ കുറവാണ്, എന്നാലും കുറവ് അന്നില്ലാറെ ഇതില്ല, കുറെ വന്നില്ലേ. ആദ്യം കുറച്ച് കമ്മിയാണ്, ഇപ്പൊ പിയാർത്ത് കൊണ്ട് കുറെ ഒക്കെ ഉഷാറായി വന്നിട്ട് മുടിയൊക്കെ. അപ്പൊ അതാണ് സെറ്റ്. മുടി വെട്ടി പിള്ളേരെ മേൽമുരിക്കാരുടെ മെയിന് വെട്ടാറാണ്. രാവിലെ വിളിച്ചു നിർത്തിയാണേ. രാവിലെ നേരത്തെ ഞാൻ കടി പോകുള്ളതുകൊണ്ട് രാവിലെ വിളിച്ച് നീപ്പിച്ച് ഫസ്റ്റ് തന്നെ. അപ്പൊ അത്രയാണ് മുടി വെട്ടിയ കഥ. അമ്മോ എങ്ങനെയുണ്ട് മുടി വെച്ചിട്ട്? നമ്മ പണ്ടത്തിലാറ് സെറ്റല്ലേ ചെറുപ്പ് മുടിയോ. ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടെ എങ്ങനെ വെട്ടിട്ടേ വെട്ടിട്ട് എങ്ങനെ അറിയില്ല എടുത്തത്? അടയാളം കണ്ടോ? ശരിക്കും എങ്ങനെ അറിയാം? ഇവിടെ ഇങ്ങനെ എടുത്തൊരു അടയാളം കണ്ടോ? ഇവിടെ ഇല്ലല്ലോ. അത് ജെന്യൂൻ റിവ്യൂ കേട്ടോ, പറയിപ്പിച്ചല്ല. അതിന്റെ കാര്യം നമ്മള് പറയിപ്പിച്ചാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പോൾ അതാണ് മുടിൻ്റെ റിസൾട്ട് കേട്ടോ. പിന്നെ അതേമാതിരി നമ്മൾ ഇന്നലെ ഒരു ടെലഗ്രാം ചാനൽ തുടങ്ങിനി. ഇന്നലത്തെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിന്. അപ്പോൾ ലാസ്റ്റ് അതുകൊണ്ട് ചിലപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. നല്ല ഉപകാരം കേട്ടോ, കാരണം അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല മെസ്സേജും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങൾ ചോദിച്ചാൽ ഞാനുണ്ടായിൽ ഒഴിവിനനുസരിച്ച് വരും. ഒഴിവിനാച്ചാൽ വലിയ തിരക്കുള്ള ആളൊന്നല്ല, എന്നാലും കടയിൽ പോകുന്നതുകൊണ്ട് കുറച്ച് തിരക്കാണ്. പിന്നെ കുറേ ആൾക്കാരുണ്ട് ചെയ്തോല്. പല ക്ലിനിക്കിൽ നിന്ന് പല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ചെയ്തോലും ഇനിയിപ്പോൾ
ക്രൗൺ ഏരിയ 2ാം വട്ടം ചെയ്യാൻ നിൽക്കുന്നവർക്കൊക്കെ അതിൽ കയറി കഴിഞ്ഞാൽ കുറേ സജഷൻസ് കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ കയറിയാണ്ട് ആ ചാനലും കൂടി കയറാം. ഉപകാരമാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എത്തില്ല, ജസ്റ്റ് മുടി ഒന്ന് വെട്ടിയാണ് കേട്ടോ, വലിയ സംഭവമായിട്ട് പറയാനൊന്നുമില്ല. എന്നായിക്കോട്ടെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.